ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു ഓൾ? നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. എമേർജിങ് ട്രെൻഡ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് അല്ലേ? സോ ഇറ്റ് റെഫേഴ്സ് ടു ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് ഓർ പ്രസൻറ്റ് അറ്റ് റിമോട്ട് ലൊക്കേഷൻ. റിമോട്ട് ലൊക്കേഷനിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. Cloud computing refers to a remote access of hardware, software, resources for access, configuration, manipulation. Cloud computing offers online data storage, infrastructure, and application. Applications such as customer relationship management, CRM, email, web conferencing, execute on cloud. It can work on public and private networks, that is WAN, LAN, or VPN. അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിമോട്ട്ലി നമുക്ക് ഈ പറഞ്ഞ സർവീസുകളെല്ലാം ആക്സസ് ചെയ്യാം. നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ ഹാർഡ്വെയർ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈനായിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ, ആപ്ലിക്കേഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഇമെയിൽ, ഇതെല്ലാം നമ്മൾ നെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇതെല്ലാം നമുക്ക് എന്താണ് റിമോട്ട് ആക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. റിമോട്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നില്ല. നമ്മളെല്ലാം ക്ലൗഡിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ സ്റ്റോർഡ് ആണെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽസിനെ ആക്സസ് ചെയ്യാനും സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും ഡൗൺലോഡ് ചെയ്ത് വേറെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ നെറ്റ്വർക്കിൽ കൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 2 ടൈപ്പ് നെറ്റ്വർക്ക്സാണുള്ളത്, പബ്ലിക്കും പ്രൈവറ്റ് നെറ്റ്വർക്ക്സും. അത് WAN, LAN ഓർ VPN, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഇതൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്ന നെറ്റ്വർക്ക്സിൻ്റെ എക്സാമ്പിൾ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേഴ്സ്? ക്രിയേറ്റ് ന്യൂ ആപ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ പുതിയ ആപ്സ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. ക്ലൗഡിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ. സ്റ്റോർ, ബാക്കപ്പ് ആൻഡ് റിക്കവർ ഡേറ്റ. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ബാക്കപ്പും റിക്കവറും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാ ഡേറ്റാസിനെയും നമുക്ക് ക്ലൗഡിൽ ബാക്കപ്പ് ചെയ്ത് നോക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹോസ്റ്റ് വെബ്സൈറ്റ് ആൻഡ് ബ്ലോഗ്സ്. വെബ്സൈറ്റും ബ്ലോഗ്സും ഒക്കെ ഹോസ്റ്റ് ചെയ്യാം. സ്ട്രീം ഓഡിയോ ആൻഡ് വീഡിയോ. ഡെലിവർ സോഫ്റ്റ്വെയർ ഓൺ ഡിമാൻഡ്. അനലൈസ് ഡേറ്റ ഫോർ പാറ്റേൺസ് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അത് ഈ ഡെലിവർ സോഫ്റ്റ്വെയർ ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലൗഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, ആക്സസ് ചെയ്യാം. നമ്മളിപ്പോൾ നെറ്റിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ഈ ഡെലിവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡേറ്റ അനാലിസിസും പാറ്റേൺസും അതൊക്കെ ഒരുപാട് ഡേറ്റാസിന് നമുക്ക് നെറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു സെർച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരുപാട് ഡേറ്റാസ് കിട്ടും. അപ്പോൾ എല്ലാ ഡേറ്റാസിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതിനെ അനലൈസ് ചെയ്യാനും ഒരു പാറ്റേൺ പ്രഡിക്ഷനും ഒക്കെ പറ്റും. ഓക്കെ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി because software is not required to be installed locally on the PC. Thus, applications are being mobile and collaborative. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു സിസ്റ്റത്തിൽ ഇരുന്നാൽ തന്നെ മാത്രമേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ സിസ്റ്റത്തിൽ ഇരുന്നാലും ആക്സസ് ചെയ്യാൻ പറ്റും. നാളെ ഞാനൊരു കഫേ പോയിരുന്നാലും ഞാൻ ക്ലൗഡിൽ ഇട്ടിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെപ്പോൾ സോഫ്റ്റ്വെയർ റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ലോക്കലി വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. അങ്ങനെ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻസും കൊളാബറേറ്റീവായിട്ട് നമുക്ക് ക്ലൗഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതാണ് ഒരു ക്ലൗഡിൻ്റെ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇതിന് 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ്മെൻറ്റ് മോഡലും സർവീസ് മോഡലും. ക്ലൗഡ് വർക്കിംഗ് കമ്പ്യൂട്ടിംഗ് തന്നെ അതിൽ ഡിപ്ലോയ്മെൻറ്റ് മോഡലാണ് പബ്ലിക്, പ്രൈവറ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ്സ് വരുന്നത്. സർവീസ് മോഡൽസ് ആകുമ്പോൾ എന്തൊക്കെ വരും? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. എന്തൊക്കെ സർവീസസ് ക്ലൗഡിൽ കിട്ടുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോം ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് 3മാണ് സർവീസ് കാറ്റഗറിയിൽ നമുക്ക് ക്ലൗഡിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ സർവീസ് മോഡൽസിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മൾ നോർമൽ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസായ പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, എന്നൊരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഹൈബ്രിഡ് ക്ലൗഡ്. ഓക്കെ. ഇനി ഡിപ്ലോയ്മെൻറ്റ് മോഡലിൽ ഓരോന്നെന്തിനൊക്കെ നോക്കാം. പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു ജനറൽ പബ്ലിക് നമ്മളെപ്പോലുള്ള എല്ലാ പബ്ലിക്കിനും പീപ്പിളിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡാണ് പബ്ലിക്. പ്രൈവറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രം പ്രൈവറ്റ്ലി ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലൗഡാണ് പ്രൈവറ്റ് ക്ലൗഡ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. ഏതെങ്കിലും ഒരേ
തീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലുള്ള ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ക്ലൗഡാണ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്. പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹോസ്റ്റഡ് അറ്റ് സർവീസ് പ്രൊവൈഡർ സൈറ്റ്. പബ്ലിക് ക്ലൗഡിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? സർവീസ് പ്രൊവൈഡറിൻ്റെ സൈറ്റിലാണ്. ആരാണോ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ സൈറ്റിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. പ്രൈവറ്റിലാണെങ്കിൽ എന്താണ്? ഹോസ്റ്റഡ് അറ്റ് എൻ്റർപ്രൈസ് ഓർ സർവീസ് പ്രൊവൈഡർ സർവീസ്. ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിൻ്റെ സൈറ്റിലും നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചീപ്പർ ദാൻ പബ്ലിക് എപ്പോഴും പ്രൈവറ്റിനേക്കാളും ചീപ്പറാണ്. പ്രൈവറ്റ് നെറ്റ്വർക്ക് കോസ്റ്റ്ലിയറാണ്. ഓക്കെ, യൂട്ടിലൈസസ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് പബ്ലിക്കിലുള്ളത്. എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ. പ്രൈവറ്റിൽ എപ്പോഴും എന്തായിരിക്കും? ദിയർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും പ്രൈവറ്റ് ക്ലൗഡിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ സപ്പോർട്ട് കണക്ടിവിറ്റി ഓവർ ഇൻ്റർനെറ്റ്. പബ്ലിക് എന്ന് വെച്ചാൽ എല്ലാത്തവർക്കും അതിൽ കണക്ടിവിറ്റി അവൈലബിൾ ആണ്. സപ്പോർട്ട് കണക്ടിവിറ്റി ഓവർ ഇൻ്റർനെറ്റ് ഓർ പ്രൈവറ്റ് വാൻ. പ്രൈവറ്റിൽ നെറ്റ്വർക്കിലും ഇൻ്റർനെറ്റിൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യും, അല്ലാതെയും പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ആക്സസ് ചെയ്യുന്നവർക്ക് അതിലുള്ള ലിമിറ്റഡ് മെമ്പേഴ്സിനായിരിക്കും. ഓക്കെ, റിക്വയർഡ് ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി. പബ്ലിക് ക്ലൗഡിൽ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. പ്രൈവറ്റ് ആകുമ്പോൾ മീഡിയം ലെവൽ മതി. ഓൾറെഡി അത് പ്രൈവറ്റൈസ്ഡ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മീഡിയം ലെവൽ സെക്യൂരിറ്റിയുടെ ആവശ്യമുള്ളൂ. പബ്ലിക് എന്ന് പറയുമ്പോൾ കോമൺ ആണ് എല്ലാവർക്കും. അപ്പോൾ അതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കണം. നെക്സ്റ്റ് വൺ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്. ഒബ്വിയസ്ലി പബ്ലിക് ക്ലൗഡ് എപ്പോഴും മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് സപ്പോർട്ട് വൺ കസ്റ്റമർ. ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് നെറ്റ്വർക്കിൽ അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പബ്ലിക്കിൽ ഷെയർഡ് സെർവറാണ്, പ്രൈവറ്റിൽ ഡെഡിക്കേറ്റഡ് സെർവറാണ്, അവർക്ക് വേണ്ടി മാത്രമുള്ളത്. ദെൻ ഫിക്സഡ് കോസ്റ്റാണ് പബ്ലിക്കിൽ, പ്രൈവറ്റിലെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റാണ്. ഓക്കെ, ദെൻ മൾട്ടി ടെനൻറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് EDC, നൈറ്റ് ക്ലൗഡ്, ആമസോണിൽ. ഇതൊക്കെ ജസ്റ്റ് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി, ഏതെങ്കിലും ആർക്കിടെക്ചേഴ്സ്. അതുപോലെ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ ആർക്കിടെക്ചർ പ്രൈവറ്റ് ക്ലൗഡിൽ വരുന്ന ഏതെങ്കിലും രണ്ടെണ്ണം. ഇപ്പോൾ HPO അല്ലെങ്കിൽ ക്ലൗഡ് സ്യൂട്ട് സോഫ്റ്റ്വെയർ, ഹെലിയൻ, അങ്ങനെ എന്തെങ്കിലും രണ്ടെണ്ണം ഓരോ നെറ്റ്വർക്കിൽ നിന്ന് എക്സാമ്പിൾസ് പഠിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ 3 സർവീസസാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മോഡലിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. SAS, PAS ആൻഡ് IAS. ഇതിൽ SAS വരുന്നത് എന്താണ്? ഇമെയിൽ, CRM, കൊളാബറേറ്റീവ്, ERP, കൺസ്യൂമർ. ഇത്രയുമാണ് നമ്മൾ SAS വരുന്നത്. PS എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്മെൻറ്റ്, ഡിസിഷൻ സപ്പോർട്ട്, വെബ്, സ്ട്രീമിംഗ്, ബിൽഡ്. ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഈ PASലാണ്. ദെൻ IAS എന്ന് പറയുന്നത് ക്യാഷിംഗ്, നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി, സിസ്റ്റം മാനേജ്മെൻറ്റ്. ഇത് മൈഗ്രേറ്റ്. ഇത് ഏതെങ്കിലും നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കണക്ഷൻ വരുന്ന രീതിയിലാണ് IAS കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ട, ഈ ഫിഗർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് SAS നോക്കാം. SAS ഈസ് എ ഫുള്ളി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ റെഡി ഫോർ പർച്ചേസ് ആൻഡ് യൂസ് ഓവർ ദി ഇൻ്റർനെറ്റ് ഓൺ എ സബ്സ്ക്രിപ്ഷൻ ബേസിസ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ അവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ക്ലൗഡിലുണ്ട്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ വേണമെങ്കിലും ആ സോഫ്റ്റ്വെയർ നമുക്ക് എടുക്കാം. ദെൻ ദ SAS provider manages infrastructure, operating systems, middleware and data necessary to deliver the program, ensuring that the software is available whenever and wherever customer need it. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കസ്റ്റമറിന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് SAS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊന്നും മിഡിൽ വെയർ ഒക്കെ വരുന്നത് സോഫ്റ്റ്വെയർ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, മെനി SAS ആപ്ലിക്കേഷൻസ് റൺ ഡയറക്ട്ലി ത്രൂ വെബ് ബ്രൗസേഴ്സ്, eliminating the need for downloads or installation. This greatly reduces software management issues for internal IT teams. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എല്ലാ വെബ് ബ്രൗസേഴ്സിൽ വഴി നമുക്ക് ആ സർവീസസ് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്യണമെന്നോ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊന്നും ഈ സോഫ്റ്റ്വെയർ ആസ് എ സർവീസസ് എന്ന കാറ്റഗറിയിലില്ല ക്ലൗഡിൽ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസാണ് മൈക്രോസോഫ്റ്റ് 365, സെയിൽസ്ഫോഴ്സ്, സിസ്കോ, വെബെക്സ്, ഗൂഗിൾ ആപ്സ്. ഇതെല്ലാം സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് വൺ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. സോ PAS ഈസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ഫോർ എനി കമ്പനി ദറ്റ് ഡെവലപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. സോഫ്റ്റ്വെയറും വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന്
സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. മെനി ഓഫ് ദ ടൂൾസ് നീഡഡ് ടു ഡെവലപ്പ് ഫോർ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. കമ്പ്യൂട്ടേഴ്സ് വേണം, മൊബൈൽ ഡിവൈസ് വേണം, ബ്രൗസേഴ്സ് വേണം. ഇത്രയും ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ടൂൾസ് എല്ലാം നമുക്ക് വേണം. ഇതെല്ലാം എന്താണ്, എക്സ്പെൻസീവ് ആണ്. So by using PAs, customers can access the development tools they need when they need them without having to purchase them outright. നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യുന്നതിന് പകരം. അതിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, എന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. Then since the platform is accessible over the internet, remote development teams can all access the same access to speed up product development. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റുള്ളത് ആക്സസിബിൾ ആയതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്ക് പറയുന്നത് നമുക്കത് സർവീസസൊക്കെ ചെക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞാൽ AWS, Apache Stratos, ഗൂഗിൾ ആപ്പ് എൻജിൻ, മൈക്രോസോഫ്റ്റ് എസ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. Next one is infrastructure as a service. So it provides a completely virtualized computing infrastructure that is provisioned and managed over the internet. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ സിസ്റ്റത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന സർവീസാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, An IaaS provider manages the physical end of infrastructure, servers, data storage space, etc. in a data center, but allows customers to fully customize those virtualized resources to suit their specific needs. അതായത് സെർവേഴ്സ്, ഡേറ്റ സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ IaaS എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മാനേജ് ചെയ്യണം. ഇതിന് വേണ്ട സ്ഥലത്തേക്കൊക്കെ ഫോർവേഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത് IaaS എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഫോർ IaaS എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ആമസോൺ വെബ് സർവീസ്, സിസ്കോ മെറ്റാ ക്ലൗഡ്, ഗൂഗിൾ കമ്പ്യൂട്ട് എൻജിൻ, ഇതെല്ലാം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. എന്താണെന്ന് നോക്കാം. So typically refers to the transparent, trustless, publicly accessible ledger that allows us to securely transfer the ownership of units of value using public key encryption and proof of work method. അതായത് നമ്മുടെ എന്താ പറയുക, ലെഡ്ജർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കലി നമുക്ക് തരുന്ന ഒരു സർവീസാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിൽ പബ്ലിക് കീ ഉണ്ടെങ്കിലും പക്ഷേ എൻക്രിപ്റ്റഡും ആണ്. എല്ലാത്തിനും അതിൻ്റെതായ പ്രൂഫ് ഓഫ് വർക്ക് മെത്തേഡ്സും ഉണ്ട്. Okay, this is something related with accounting. Okay, the technology uses decentralized consensus to maintain the network, means not centrally controlled by a bank, corporation or government. Decentralized എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ബാങ്കിൻ്റെയോ കോർപ്പറേഷൻ്റെയോ അണ്ടറിലല്ല. Okay, so in fact the larger the network grows and becomes increasingly decentralized, the more secure it becomes. So the potential for blockchain technology is not limited to Bitcoin. Bitcoin എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലെ ഒരു ന്യൂ ടെക്നോളജിയാണ്. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. പക്ഷേ ബിറ്റ്കോയിൻ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരും ബിറ്റ്കോയിൻ നിലവിൽ വന്നാൽ. പക്ഷേ ഹ്യൂജ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിനൊക്കെ അത് ഫീസിബിളാണ്. പക്ഷേ ഇന്ത്യയിൽ അത്ര ഫീസിബിൾ അല്ല എന്ന് തോന്നിയതുകൊണ്ട് അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബിറ്റ്കോയിൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക എന്താ സംഭവം കേട്ടോ. സോ ആസ് സച്ച് ഇറ്റ് ഹാസ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ ഇൻ വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ സർവീസ്, ചാരിറ്റീസ് ആൻഡ് നോൺ പ്രോഫിറ്റ്സ്, ദ ആർട്സ് ആൻഡ് ഇ-കോമേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഏരിയാസ്. ഓക്കെ, ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു. ദിസ് ട്രാൻസാക്ഷൻ ഈസ് ബ്രോഡ്കാസ്റ്റഡ് ടു പിയർ നെറ്റ്വർക്ക്. പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ചെറിയൊരു നെറ്റ്വർക്കാണ്. ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് പിയർ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, നോട്ട്സ് വാലിഡേറ്റ്സ് ട്രാൻസാക്ഷൻസ് യൂസിങ് അൽഗോരിതം ആൻഡ് വാലിഡേറ്റ് യൂസർ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനെ അതിനെ അവിടെ യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ അൽഗോരിതം ഉണ്ട്, അത് വെച്ചിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വെരിഫൈഡ് ട്രാൻസാക്ഷൻ ഹോൾഡ്സ് ക്രിപ്റ്റോ കറൻസി ആൻഡ് യൂസർ റെക്കോർഡ്സ്. അപ്പോൾ വെരിഫൈ ചെയ്തതിന് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ യൂസർ റെക്കോർഡായിട്ട് മാറ്റും. ഓക്കെ,
ദിസ് ട്രാൻസാക്ഷൻസ് കമ്പൈൻഡ് വിത്ത് അതർ ട്രാൻസാക്ഷൻസ് ടു ബിൽഡ് എ ബ്ലോക്ക്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വേറെയുള്ള ട്രാൻസാക്ഷൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടൊരു ബ്ലോക്കായിട്ട് മാറും. എന്നിട്ട് അതിന് പിന്നെ എന്ത് സംഭവിക്കും? ദിസ് ന്യൂ ബ്ലോക്ക് ഈസ് ആഡഡ് ടു എ ബ്ലോക്ക് ചെയിൻ പെർമനൻ്റ്ലി. അങ്ങനെ ബ്ലോക്ക് ചെയിനിലോട്ട് ഈ പുതിയ ബ്ലോക്കും ആഡ് ചെയ്യപ്പെടും. ട്രാൻസാക്ഷൻ ഈസ് ഫിനിഷ്ഡ് നൗ. ഇത് നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ വേണേലും, അതായത് ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രാൻസാക്ഷൻ വേണേലും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. So it's a computer network in which each computer's resources are shared with every other computers in the system. അപ്പോൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ റിസോഴ്സസും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിസ്റ്റവുമായിട്ട് ഷെയർഡാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സിസ്റ്റത്തിലും കിട്ടും. So processing power, memory and data storage are all community resources that authorized users can tap into and work use for specific tasks. അപ്പോൾ ഇതിൽ മെമ്മറി, ഡേറ്റ സ്റ്റോറേജ്, പവർ ഇതെല്ലാം എന്താണ്? കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ്. ഇതിൽ ഓതറൈസ്ഡ് യൂസേഴ്സ് ആണെങ്കിൽ പോലും ടാപ്പ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത് സ്പെസിഫിക് ടാസ്കിന് യൂസ് ചെയ്യാം, ഓതറൈസ്ഡ് അല്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഇതൊന്നുമില്ല, ഒരു ഷെയറിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് തന്നെ അസ്യൂം ചെയ്താൽ മതി. ഒരു സിസ്റ്റത്തിലുള്ളത് ബാക്കി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ മോഡ്യൂളും തീർന്നു. ഓക്കെ. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഇതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും, ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. സോ താങ്ക് യു ചിൽഡ്രൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.